ഇരുട്ടിലായി തോപ്പുംപടി BOT പാലം ജംഗ്ഷൻ. ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രികരും സഞ്ചരിക്കുന്ന ഈ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് ഒരു വർഷം പിന്നിടുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ഇരുൾ മൂടുന്ന ജംഗ്ഷനിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി വെളിച്ചം തേടി BOT പാലം. പകൽ വെളിച്ചത്തിൽ കണ്ടാൽ സുന്ദരമായ ഇടം, എന്നാൽ സന്ധ്യ ഇരുട്ടിയാൽ ഏറെ ഭയാനകം. രാത്രി വെളിച്ചമില്ലാത്ത അവസ്ഥ, കൂടാതെ ഇതിനെ വെല്ലുന്ന തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും. ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോകുന്ന തോപ്പുംപടി BOT പാലം ജംഗ്ഷനിലെ അവസ്ഥയാണിത്. പാലത്തിൽ വെളിച്ചമില്ലാത്തത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്ന യാത്രക്കാരെയും ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട്. പാലം ഇരുട്ടിലായതിനാൽ രാത്രികാലങ്ങളിൽ ഈ വഴിയുള്ള സഞ്ചാരം ഏറെ ദുർഘടമെന്നാണ് നാട്ടുകാരുടെ പരാതി. നേരത്തെ ഉണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റിൽ വാഹനമിടിച്ചതിനെ തുടർന്ന് തകരാർ പരിഹരിക്കുന്നതിനായി അഴിച്ചുകൊണ്ടുപോയിട്ട് ഒരു വർഷം പിന്നിടുന്നു. കൊച്ചിയുടെ കവാട കേന്ദ്രമായ BOT പാലം വഴിയാണ് അരൂർ, ചെല്ലാനം, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലെ ആളുകൾ സഞ്ചരിക്കുന്നത്. ജംഗ്ഷനുകളിലെ പല ഭാഗങ്ങളിലും വെളിച്ചമില്ലാത്തതിനാൽ പരസ്പരം കാണാനാകാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാണ്. ജനങ്ങൾ പ്രതിഷേധത്തിനിറങ്ങിയാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കുകയുള്ളൂ എന്ന അവസ്ഥയാണ്. തകരാർ പരിഹരിക്കുന്നതിനായി എടുത്തു നീക്കിയ ഹൈമാസ്റ്റ് ലൈറ്റ് തിരികെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിൽ പന്തം തെളിയിച്ച് പ്രതിഷേധിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട BOT ജംഗ്ഷനിൽ ഈ രാത്രികാലങ്ങളിൽ ബസ്സിറങ്ങി വരുന്ന വനിതകളടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്തു. സ്ട്രീറ്റ് ലൈറ്റുകൾ നിലവിൽ കത്തുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഈ ക്യാമറ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സ്ത്രീ സുരക്ഷ എന്ന് ബന്ധപ്പെട്ടുകൊണ്ട് രാത്രികാലങ്ങളിൽ വരുന്ന വനിതകളടക്കമുള്ള ആളുകൾ, അവർക്ക് ഒരു വെളിച്ചം ലഭിക്കേണ്ട ഒരു സാഹചര്യം, ആ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് സുഖമായ രീതിയിൽ വെളിച്ചം ലഭിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഈ പ്രദേശത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടി ഏകദേശം ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWD അധികാരികളുടെ നിലപാടെന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ അധികാരികളുടെ നിലപാടുകൾ എന്താ? ഇത് PWDയുടെ ഭാഗമാണ് ഈ ഭാഗം. ബാക്കിയുള്ള മേഖലകളിൽ നഗരസഭ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഏറ്റവും വലിയ പശ്ചിമ കൊച്ചിയിലെ മർമ്മപ്രധാനമായ BOT ജംഗ്ഷനിലെ ഈ പറയുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് അഴിച്ചു മാറ്റപ്പെട്ട് കൊണ്ടുപോയിട്ട് ഒരു വർഷ കാലയളവ് പൂർത്തീകരിക്കുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇവിടെ ബന്ധപ്പെട്ട സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി വരുന്ന ആളുകളുടെ കേന്ദ്രീകരണത്തിന് സാഹചര്യം ഇരുട്ടിന്റെ മറവിൽ മുമ്പോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഈ പറയുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് BOT ജംഗ്ഷനിൽ വെളിച്ചം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരത്തിൽ മണ്ഡലം പ്രസിഡന്റ് MH ഹരീഷ് യോഗത്തിൽ അധ്യക്ഷനായി. PP ജേക്കബ്, കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, സുമിത് ജോസഫ്, R സന്തോഷ്, പോൾ പുന്നക്കാട്ടുശ്ശേരി, ലിജി ടൈറ്റസ്, മഞ്ജു ടീച്ചർ, PG ഗോപിനാഥ്, സെബാസ്റ്റ്യൻ പൂപ്പന, TS അഖിൽ, അരുൺകുമാർ, ജെൻസൺ മേനിസ്, സോണി റാഫേൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അവിടെ ഇവിടെ അന്ധകാരമായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണോ ഉദ്യോഗസ്ഥന്മാരെന്ന് നമുക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടെ തിരക്കേറിയ സ്ഥലത്ത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആളുകളും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ഇവിടുത്തെ കാരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധികൃതരുടെ വലിയ പിഴവ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഞങ്ങൾ നഗരസഭാ കൗൺസിലർമാരായതുകൊണ്ട് ഒരു ഡിവിഷനിൽ ഒരു ലൈറ്റ് കത്തിയില്ല എങ്കിൽ ഞങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ആ ലൈറ്റ് കത്തുന്നത് വരെ ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു വർഷക്കാലമായിട്ടും ഈ ഹൈമാസ്റ്റ് ലൈറ്റ് കൊച്ചിയുടെ നാടിയായ തോമ്പടിയുടെ ഹൃദയഭാഗത്ത് ഇരുട്ടിലൂടെ യാത്രക്കാർ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്